ഈ അതിദാരിദ്ര്യ മുക്ത കേരളം ബ്രാൻഡിങ്ങിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡിംഗ് പ്രക്രിയയിലാണല്ലോ നമ്മുടെ സർക്കാർ. ഒരു മിനിറ്റ് എന്താ പറഞ്ഞത്? പാലക്കാട്ട് നിന്ന് കേരളം ഒരു ബ്രാൻഡ് പുറത്തിറക്കുന്നു. അത് കൊള്ളാം. പൊട്ടക്കണ്ണനാണേ. അതിന് പേര് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾക്കെല്ലാം പേര് നിർദ്ദേശിക്കാം. പേര് ഞാനിപ്പോ പറഞ്ഞു തരാമല്ലോ, അതിനെന്താ വിഷമിക്കുന്നത്? പറയട്ടെ, കാരണഭൂതൻ ബ്രാൻഡ്. അപ്പൊ കെ ബ്രാൻഡ് ആയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇടത് സർക്കാരിന്റെ പണിയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയില്ലേ, ഇവർ ആളി കത്തുകയല്ല, കത്തിക്കുകയാണ്. കേരളം കത്തിച്ചിട്ടേ പോകൂ എന്നാണ് അവർ പറയുന്നത്, മുടിപ്പിച്ചിട്ട്. ഇനി നമ്മുടെ എം പി രാജേഷിന്റെ എക്സൈസ് വകുപ്പിന്റെ പ്രധാന നേട്ടമായി ഇത് അവതരിപ്പിച്ചേക്കാം. ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച് പേരിട്ട രാജ്യത്തെ ഏക ബ്രാൻഡ് എന്നോ. അത് കറക്റ്റാണ്. ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച് പേരിട്ട രാജ്യത്തെ ഏക ബ്രാൻഡി കെ ബ്രാൻഡി. അങ്ങനെ ബ്രാൻഡ് ഇറക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനം എന്നോ ഒക്കെ എഴുതി വെക്കുമായിരിക്കും. അത് പിന്നെ പറയാനുണ്ടോ? PR വർക്ക് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഏറ്റവും ആദ്യം എഴുതേണ്ടത്. ജനങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ഒരു പേരിടൽ യജ്ഞത്തിലാണ് ഇപ്പോൾ കേരളം. അപ്പൊ ആ യജ്ഞത്തിൽ നമ്മളും പങ്കുചേരുക എന്നുള്ളതാണ് മിസ്റ്റർ ബിനു വേണ്ടത്. നമുക്ക് ആ പറഞ്ഞ പേരങ്ങിട്ടാലോ, ഫിക്സ് ചെയ്താലോ? കാരണഭൂതൻ ബ്രാൻഡി, കെ ബ്രാൻഡി. അത് കെ ബ്രാൻഡി കേരള ബ്രാൻഡിയും ആകാം, കാരണഭൂതൻ ബ്രാൻഡിയും ആകാം. എപ്പടി? ഇത്തരത്തിലുള്ള ട്രോളുകൾ കാണാൻ പൊട്ടക്കണ്ണൻസ് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ വെച്ചോ.